പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം ഏതോ ഒരു പാവപ്പെട്ട കുടുംബത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയത് ആരാന്ന്. അപ്പോൾ നമ്മുടെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി കൗൺസിലറാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മത്സരിക്കാൻ ശ്രമിക്കുന്ന ആളാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇവർ പാലക്കാട് വർഷങ്ങളായിട്ടാണ് ഈ BJP നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് ഏതെങ്കിലും ജില്ലയിൽ ഇത് പാലക്കാട് ടൗണിലേക്ക് ഇങ്ങോട്ട് കാല് കുത്തിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാലക്കാടിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ എന്താണെന്ന്. ഒരു ബസ് സ്റ്റാൻഡ് പോലും മര്യാദയ്ക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് നിങ്ങൾ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, ടൗൺ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, ഇനി പുതിയതായിട്ട് കെട്ടിയ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ്. ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം മാത്രം പറയുന്നത്, പിന്നെ ബാക്കിയുള്ളതൊന്നും പറയേ വേണ്ട. ഇതിപ്പോൾ നമ്മൾ ഏത് പാർട്ടിയും വിമർശിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തുകയൊന്നുമല്ല. ഇവർ പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ചേട്ടൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ, അതായത് മുനിസിപ്പാലിറ്റി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞു. ഇവിടെ പാലക്കാട് ഇവർ വർഷങ്ങളായിട്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP. എന്താ അവസ്ഥ എന്നുള്ളത് പാലക്കാട് ജനങ്ങളോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മൾ കാണുന്നതല്ലേ, GB റോട്ടിൽ ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു CD വെച്ച് കൊടുത്തിരിക്കുന്നത്. റോഡ് ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ട് ഒരു CD വെച്ച് കൊടുക്കുന്നിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ സെക്യൂരിറ്റിക്ക് ശമ്പളം വേറെ കൊടുക്കണം. എന്നിട്ട് ഒരു ഉപകാരമില്ല, ആളുകൾ ഒരു ഉപകാരമില്ലാത്ത ഒരു റോഡ് തന്നെ ബ്ലോക്ക് ചെയ്ത് ബന്ധാക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ട്രെയിൻ പോകാനുള്ള ഒരു സംവിധാനം അവിടെ ചെയ്യാനുള്ള ഒരു ഇത് കേന്ദ്ര സർക്കാരിന് പൈസ വാങ്ങി ചെയ്യാൻ കഴിയാതെ ഇവർ ചുമ്മാ ഒരു CD വെച്ച് ഒരു റോഡിന് ബ്ലോക്ക് ചെയ്തിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് വെച്ചിരിക്കുക. ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. എന്തായാലും ഈ മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബത്തിന് സുഖസുന്ദരമായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഒരു 300 രൂപയുടെ 500 രൂപയുടെ അരി സാധനം വാങ്ങിക്കൊടുത്ത് അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് വാങ്ങുന്നത് എന്തൊരു ധൈര്യമായ അവസ്ഥ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റിൽ പറയുക.